ഇപ്പൊ എല്ലാ സിനിമകളിലും പ്രത്യേകിച്ച് ഇന്ത്യൻ സിനിമകളിലെല്ലാം കണ്ടുവരുന്ന ഒരു ഐറ്റം ആണ് സെക്കൻഡ് പാർട്ട് അങ്ങോട്ട് അനൗൺസ് ചെയ്യും. ചുമ്മാ അങ്ങോട്ട് അനൗൺസ് ചെയ്യുക. അപ്പൊ ഞാൻ ഇന്നൊരു പടം കണ്ടു, ഹലോ മമ്മി എന്നും പറഞ്ഞ്. അതിനും സെക്കൻഡ് പാർട്ടുണ്ട്. എന്തിനാണ് ഈ അപരാധത്തിനൊക്കെ സെക്കൻഡ് പാർട്ട് എന്ന് എനിക്ക് ഇതുവരെയായിട്ട് മനസ്സിലായിട്ടില്ല. അപ്പൊ ഞാൻ മമ്മി കണ്ടതിനെ കുറിച്ച് പറയാം. നമ്മുടെ ഷറഫുദ്ദീനും ഐശ്വര്യലക്ഷ്മിയും ഒക്കെ പ്രധാന കഥാപാത്രങ്ങളായിട്ട് വന്ന സിനിമയാണ് ഹലോ മമ്മി. അതിൽ കുറെ ആൾക്കാരുണ്ട്. അജു വർഗീസ് ഉണ്ട്, പിന്നെ ജോമോ, ആദ്രി ജോസ്, ജോൺ ആന്റണി ഉണ്ട്, അതുപോലെ ബിന്ദു പണിക്കർ, ജഗദീഷ്, അങ്ങനെ കുറെ ആൾക്കാരുണ്ട് ഈ സിനിമയിൽ. പടത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പടം ആദ്യമൊക്കെ തുടങ്ങിയപ്പം ഒരു ഹൊറർ രീതി, ആ ഒരു ഹൊറർ രീതിയൊക്കെ തരാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. ഒരു ക്വാളിറ്റി രീതിയിലുള്ള ഒരു സെറ്റപ്പ് അവർക്ക് തരാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ അങ്ങോട്ട് കഥയിലേക്കൊക്കെ പോകുമ്പം എന്താ സംഭവിച്ചു പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫാമിലി കോമഡി ഹൊറർ മൂവി ആക്കാൻ നോക്കി. പക്ഷേ നമുക്കറിയാലോ ഈ ഷറഫുദ്ദീനെ വെച്ച് ഇവര് കഥാപാത്രങ്ങൾ ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിനെ കൊണ്ട് കോമഡി ചെയ്യിപ്പിക്കാൻ വേണ്ടി പുള്ളിയുടെ സ്ഥിരം സാധനങ്ങൾ കാണിച്ച് വെറുപ്പിക്കണ ഒരു പരിപാടി ഈ പടത്തിൽ നമുക്ക് കാണാൻ പറ്റും. ഐശ്വര്യലക്ഷ്മി നല്ല ഓവറായിരുന്നു. എനിക്ക് ടോട്ടലി ഫീൽ ചെയ്തത് ഈ സിനിമയിലുള്ള എല്ലാവരും, ജഗദീഷ് ഒഴിച്ച്, ജഗദീഷിന് എനിക്ക് അത്രയ്ക്ക് ഓവറായിട്ടൊന്നുമില്ല, ബാക്കിയുള്ള എല്ലാവരും വൻ ഓവറായിട്ടുള്ള പരിപാടിയാണ് ഈ പടം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ചാതി അപരാധ വെറുപ്പിക്കലായിട്ട് ബിന്ദു പണിക്കർ വന്നിട്ടുണ്ടായിരുന്നു. എന്തിനാണ് അതിൻ്റെയൊക്കെ ആവശ്യം എന്ന് എനിക്ക് ഈ പടത്തിൽ മനസ്സിലായില്ല. ഒരു കംപ്ലീറ്റ്ലി ഒരു ഹൊറർ രീതിയിൽ എടുത്തായിരുന്നെങ്കിൽ ഒന്നുകൂടി ഒരു മെച്ചപ്പെട്ടതെന്നാണ് എനിക്ക് പേഴ്സണലി ഈ പടം തോന്നിയത്. അല്ലാതെ യാതൊരു കാര്യങ്ങളോ കുറേ ഒരു പടം ചുമ്മാ കണ്ടിരുന്നു, അല്ലാതെ വേറെ ഒരു ഫീലും ഈ പടം കണ്ടിട്ട് ഉടനീളം എനിക്ക് കിട്ടിയില്ല. പിന്നെ ഭയങ്കരമായിട്ടുള്ള വലിച്ചു നീട്ടലുകൾ എനിക്ക് നല്ല രീതിയിൽ തന്നെ ഈ പടത്തിൽ ഫീൽ ചെയ്തു. തമാശയും കാര്യങ്ങളും എല്ലാം ഇങ്ങനെ പോയി എന്തൊക്കെയോ ഒരു അവിയൽ പരുവത്തിലാക്കിയ ഒരു പടം പോലെ എനിക്ക് ഫീൽ ചെയ്തായിരുന്നു കേട്ടോ. ഇതിൽ മെയിൻ ആയിട്ട് എടുത്തു പറയേണ്ട വെറുപ്പീര് എന്ന് പറഞ്ഞാൽ എക്സ്ട്രീം ലെവൽ വെറുപ്പീര്. ഇത് സത്യം പറഞ്ഞാൽ ഹലോ മമ്മി എന്നല്ലായിരുന്നു ഈ പടത്തിന് പേരുണ്ട്. ഓവർ മമ്മി എന്ന് പേരിട്ടായിരുന്നെങ്കിൽ ഈ പടം കുറച്ചുകൂടി ബെറ്റർ ആയേനെ എന്ന്, അപ്പൊ പ്രേക്ഷകർക്ക് ഒരു സിഗ്നൽ കിട്ടിയതിനാണ് എനിക്ക് പറയാനുള്ളൂ. അതിലത്തെ മമ്മിയായിട്ട് പ്രേതമായിട്ട് തന്നെ മമ്മി ഈ ജാതി അപരാധ വെറുപ്പീരായിരുന്നു. എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത്. ഓഫ്, ഒരു OTT പടം കണ്ടിരുന്ന ഫീലില്ലേ, അതാണ് എനിക്ക് ഈ പടം കണ്ടിട്ട് ഫീൽ ചെയ്തത്. വലിയ ഒന്നുമില്ല പടത്തില്. പിന്നെ അജു വർഗീസ് അതിൻ്റെ ഇടയിൽ കൂടെ നടന്ന് എല്ലാവരെയും ഭയങ്കരമായിട്ട് ഓവറായിട്ട് ആക്ട് ചെയ്യാൻ പറഞ്ഞ പോലെയാണ് എനിക്ക് പടം പേഴ്സണലി ഫീൽ ചെയ്തത്. അപ്പം പടത്തിനെ കുറിച്ച് എനിക്ക് അത്രയാണ് പറയാനുള്ളൂ. അപ്പം നിങ്ങളും പടം കണ്ടവരാണെങ്കിൽ എങ്ങനെയുണ്ടെന്നൊന്ന് കമൻറ്റ് ചെയ്യാട്ടോ.